ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് നമ്മൾ ഇന്നല്ല 2 ഡേ കഴിഞ്ഞാൽ നമ്മൾ റൂം ചേഞ്ച് ആകാൻ പോവുക, ഇവിടുന്ന് മാറാൻ പോവുക. അതുകൊണ്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കുറച്ച് അധികമുണ്ട്. അങ്ങനെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചത് ഞാൻ കിച്ചണിലെ പാത്രങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ വീട്ടിലോട്ടേക്ക് മാറുന്നതല്ലേ, അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒരു കവറിലിട്ടിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ഓരോരോ സാധനങ്ങളും ഓരോ സ്ഥലത്തേക്ക് വെക്കാനുണ്ട് കേട്ടോ. എല്ലാം എടുത്തിട്ട് മറ്റേ റൂമിലേക്ക് കൊണ്ടുപോകണം. കുറച്ച് അധികം പരിപാടികൾ ഇന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നലെ നൈറ്റ് ചപ്പാത്തിൻ്റെ കൂടെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയിരുന്നു, അതും ബാക്കി ബാലൻസ് ഫ്രിഡ്ജിലുണ്ട്. ഇനി അതെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ മക്കൾക്ക് കറീൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ ചൂടാക്കിയത് അവർക്ക് കൊടുക്കാറില്ല. അങ്ങനെ ഇതാ ചായക്കുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് ഞാൻ വെള്ളപ്പം തന്നെ കേട്ടോ ചുട്ട് കൊടുക്കുന്നത്. പിന്നെ അവരെണീച്ചാൽ പറയൂ എന്താ വേണ്ടതെന്ന്, അപ്പോൾ അങ്ങനെയാട്ടാ കൊടുക്കുക. പഴമുണ്ട്, മക്കൾ എണീച്ചതിന് ശേഷം വെള്ളപ്പം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ വിചാരിച്ച് പഴം ജസ്റ്റ് വാട്ടിക്കൊടുത്താൽ ചില ദിവസങ്ങളിൽ പഴം വാട്ടിയത് മക്കൾക്ക് ഇഷ്ടമാണ്. 2 പേർക്കും ഇഷ്ടം, കഴിച്ചോളൂ. പക്ഷേ ചില ദിവസം കഴിക്കുക പോലുമില്ല. പിന്നെ വേസ്റ്റാക്കില്ല, ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ നമ്മളെ വിശേഷവും ഇതല്ല കേട്ടോ. ഇന്ന് ക്ലീനിങ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. പോസ്റ്റ് ചെയ്യോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. ടൈം കിട്ടാമെങ്കിൽ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ലോ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വെള്ളപ്പം ഫുള്ളായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ആ മാവ് ഫുള്ള് കാലിയാക്കുന്നതാണ്. അങ്ങനെ പഴമെല്ലാം മുറിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വാട്ടിയെടുത്തിട്ട് അത് മക്കൾക്ക് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അങ്ങനെയല്ലോ. നമ്മൾ റൂം മാറുന്നത് കൊണ്ട് ഒരുപാട് പണികൾ ബാക്കിയായിട്ടാ, എല്ലാം ഒന്നും ചെയ്ത് തീർത്തിട്ടില്ല. കുറച്ചധികം പരിപാടികൾ ഇന്നുണ്ട്. ഇന്നാണ് ഞാൻ റൂം മാറുന്നതിൻ്റെ എല്ലാ പണിയും സ്റ്റാർട്ടാക്കുന്ന ഡേ. 2-3 ദിവസം കൊണ്ട് നമ്മൾ മാറും കേട്ടോ. അങ്ങനെയല്ല, എല്ലാ കിച്ചൻ്റെ സാധനങ്ങളെല്ലാം എല്ലാം കവറിലിട്ടിട്ട് വെച്ചാൽ നല്ല വേഗം നമുക്ക് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് ഇന്ന് സ്റ്റാർട്ടാക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പണി. അങ്ങനെ ഇതാ കുട്ടിയൊക്കെ ഉണ്ട്, പാലും എല്ലാം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഈ പഴം വാട്ടിയതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗീ എന്ന് വെച്ചാൽ നാടൻ ഗീ ഒന്നുമല്ല, RKG കൊടുക്കുന്നത്. നല്ലതല്ല നമുക്കറിയാം, പക്ഷേങ്കിൽ എൻ്റെ കൂടെ മിസ്സായി പോയിട്ടാ. നാട്ടിൽ നിന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഈ നാടൻ നെയ്യ് കൊണ്ടുവരാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ കൊടുത്തയപ്പിക്കണം. അങ്ങനെയല്ലോ. പിന്നെ ഇതാ ഞാൻ ഇന്നലെ നൈറ്റ് പിന്നെ വീഡിയോ എടുത്തിട്ടാ.
അങ്ങനെ നൈറ്റ് ഞാൻ ഇത് മൊത്തത്തിൽ ക്ലീനാക്കി കിച്ചണെല്ലാം നല്ല ക്ലീനായിട്ട് ഇനി ഇതാ പിറ്റേന്ന് രാവിലെ കേട്ടാ ഈ വ്ലോഗ് സ്റ്റാർട്ടാക്കുന്നത്. നമ്മളെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ടേക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പി ഉണ്ടാക്കാനില്ല കേട്ടാ. അങ്ങനെ ഇതാ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ്